മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നാം ചിന്തിച്ച വിഷയം നവയുഗ മതത്തെ പറ്റിയാണല്ലോ. സാത്താൻ രൂപം കൊടുക്കുന്ന ഈ നവയുഗ മതം വളരെ വളരെ വേഗത്തിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം ഇതാണ്: അവന്റെ പുത്രനായ അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു അവന് വഴിയൊരുക്കുന്നതിന് വേണ്ടിയും അവന്റെ ഭരണം വളരെ എളുപ്പത്തിലാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു അടിത്തറ സൃഷ്ടിക്കുകയാണ് ഈ ഒരു മതം കൊണ്ട് സാത്താൻ ഉദ്ദേശിക്കുന്നത്. ഭൂമിയിലെ ആഭാലവൃന്ദം ജനങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ മതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നാം അതിനെപ്പറ്റി കേട്ടു, ധ്യാനിച്ചു. ഇവയെപ്പറ്റി കൂടുതൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നാം ഇതിൽ പെട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെയുള്ള കെണികളിൽ, പിശാചിൻ്റെ കെണികളിൽ പെട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അറിവ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പായിലൂടെ നമുക്ക് ലഭിച്ച ആ പ്രമാണ രേഖയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കാം. കാരണം അത് വരാൻ പോകുന്ന ദിവസങ്ങളിലും മാസങ്ങളിലും വർഷങ്ങളിലും നമുക്ക് ഏറെ അനുഗ്രഹപ്രദമായി മാറും. മാർപ്പാപ്പ പറയുകയാണ്, പൊതുവായി സ്വീകരിക്കാവുന്ന ഒരു ആത്മീയ വ്യവസ്ഥിതി മതങ്ങൾക്ക് ഉപരിയായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും ഉപരിയായിട്ട് സകല ജനങ്ങൾക്കും സ്വീകരിക്കാവുന്ന ഒരു രീതി. ഉദാഹരണം, സാമ്പത്തികമായ ഉന്നമനം. നവയുഗ മതം വാഗ്ദാനം ചെയ്യുമ്പോൾ അതെല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കും. ഇതുപോലെ തന്നെ മനുഷ്യന്റെ വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹികപരമായ ജീവിതത്തിലും പലതരത്തിലുള്ള ഉയർച്ചയ്ക്ക് കാരണമാകുന്ന പല വിദ്യകൾ ഇവരുടെ പക്കലുണ്ട്. മനുഷ്യനെ ഓട്ടോമാറ്റിക്കായിട്ട് ആകർഷിക്കുന്ന തരത്തിലുള്ള പല വിദ്യകൾ. ആഗോള വ്യാപകമായ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, ആഗോള സമ്പദ് വ്യവസ്ഥ, എല്ലാവർക്കും പങ്കുചേരാവുന്ന വിധം ജനായത്തമായ സംവിധാനങ്ങൾ, വാർത്താവിനിമയ രംഗത്തിനും വിദ്യാഭ്യാസത്തിനും വലിയ പ്രസക്തി, ആരോഗ്യത്തിനും നവീന പ്രൊഫഷണൽ ചികിത്സാ രംഗത്തിനും ഒരുമിച്ചുള്ള പ്രാധാന്യം, സ്വയം സൗഖ്യമാക്കപ്പെടുത്തൽ, സ്വയം തിരിച്ചറിയൽ, ശാസ്ത്രവും മിസ്റ്റിസിസവും സാങ്കേതിക വിദ്യയും പരിസ്ഥിതി സംരക്ഷണവുമൊക്കെ ചേർന്ന ഒരു നവയുഗ മതം. ദൈവത്തിൻ്റെ ആത്മാവ് മാർപ്പാപ്പായിലൂടെ എത്ര മനോഹരമായിട്ടാണ് പ്രിയപ്പെട്ടവരെ നാം ഒന്നും ഈ കെണിയിൽ പെട്ടുപോകാതിരിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഭൂമി എന്ന ഗ്രഹവും മനുഷ്യവർഗം മുഴുവനും പരിപൂർണ ആരോഗ്യത്തോടും സുസ്ഥിതിയോടും കൂടെ നിലകൊള്ളേണ്ടതിൻ്റെ തീവ്രമായ ആഗ്രഹത്തിന് തെളിവാണ് ഇതെല്ലാം. എന്താണ് ഭൂമി? ഈ മതസ്ഥർക്ക് ഭൂമി ഒരു ദേവതയാണ്, ഭൂമി ദേവി. ഭൂമിയിലുള്ളവര് ആ ദേവിയുടെ മക്കൾ. ഈ ഒരു സിദ്ധാന്തം തിരുസഭയുടെ ഉയരങ്ങളിൽ വരെ എത്തിച്ചേർന്നു. ഇത് ആകർഷിക്കുകയും അതിനടിമപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് നാം കണ്ട പച്ചമാമ. എന്താണ് പച്ചമാമയുടെ രൂപം? ഗർഭിണിയായ നഗ്നയായ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ, നഗ്നയായ ഗർഭിണിയായ സ്ത്രീ ഭൂമിയും ആ ഭൂമിയുടെ ഉദരത്തിൽ ഉള്ള മനുഷ്യവർഗവും. ഭൂമിയും അതുപോലെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരും തമ്മിൽ ഒരു വലിയ അടുത്ത ബന്ധം ഉണ്ടായിരിക്കണം.
ഒരു ആത്മീയ ബന്ധമുണ്ടായിരിക്കണമെന്ന് ഈ മതസ്ഥർ ആവശ്യപ്പെടുന്നു. അത്തരത്തിലുള്ള ഒരു ബന്ധമില്ല എങ്കിൽ മനുഷ്യനിൽ പലതരത്തിലുള്ള രോഗങ്ങൾ, മാനസികമായും ശാരീരികമായും ആത്മീയവുമായുമുള്ള രോഗങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നു. എന്നാൽ ഈ ഭൂമിദേവിയുമായിട്ട് ഉള്ള ബന്ധം ദൃഢമാകുന്ന പക്ഷം ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്നും ഈ മതസ്ഥർ പറയുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ബ്രസീലിലെ ജനങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് ആരാധിച്ചു പോന്ന ഒരു ദേവിയാണിത്, പച്ചമാമ. മുൻകാലങ്ങളിൽ ഏറെയേറെ നരബലികൾ ഇതിനായി നടത്തിയിരുന്നു. കുട്ടികളെയും അതുപോലെ കന്യകമാരെയും ഒക്കെ ഇതിന് ബലിയായി കൊടുത്തിരുന്നു. അന്ന് പരസ്യമായി ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് രഹസ്യമായിട്ട് അവ നടക്കുന്നുണ്ട്. അത്തരത്തിൽ വിശ്വസിക്കുന്ന അനേകര്, അത്തരത്തിൽ ഭൂമിദേവിയെ ആരാധിക്കുന്ന അനേകര് ഈ കാലഘട്ടങ്ങളുമുണ്ട്. അവരെ കൂടെ സഭയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രവൃത്തിയായിരുന്നു 2 വർഷം മുമ്പ് നാം കണ്ട പച്ചമാമയുടെ ആരാധന. ഉന്നതങ്ങളിൽപ്പെട്ട പലരും അവരുടേതായിട്ടുള്ള സിദ്ധാന്തങ്ങളോട് എന്തുമാത്രം ആകർഷിക്കപ്പെട്ടു എന്ന് നാം കണ്ടതാണ്. അപ്പോൾ നാം എന്തുമാത്രം അലേർട്ടായിരിക്കണം, നാം എന്തുമാത്രം ജാഗരൂകരായിരിക്കണം ഇത്തരത്തിലുള്ള പിശാചിന്റെ സാത്താന്റെ കെണിയിൽ പെട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി. എന്താണ് നവയുഗ മതത്തിൽ പുതുതായിട്ടുള്ളത്? സഭ പഠിപ്പിക്കുന്നു, അടിസ്ഥാനപരമായി അത് മതേതര മൂലതത്വങ്ങളും ഗൂഢതന്ത്രങ്ങളും തമ്മിലുള്ള ഒരു സങ്കലനമാണെന്ന് സഭ പഠിപ്പിക്കുന്നു. അടിസ്ഥാനപരമായി വ്യക്തികൾക്ക് മാറ്റം സംഭവിക്കേണ്ടതാണെന്ന ചിന്തകളും ലോകത്തിലും സമൂഹങ്ങളിലും അതിനുള്ള സമയമായി എന്ന ചിന്തയും മാറ്റത്തിനുള്ള വിവിധ കാരണങ്ങളുടെ പ്രത്യക്ഷീകരണം ഇങ്ങനെയായിരുന്നു. ന്യൂട്ടന്റെ മെക്കാനിക് ഫിസിക്സിൽ നിന്നും ക്വാണ്ടം മെക്കാനിക്സിലേക്കുള്ള പുരോഗതി, യുക്തിയിൽ നിന്ന് മാറി വികാരങ്ങൾ, അനുഭവങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നവീന ചിന്തകൾ, തലച്ചോറിന്റെ ഇടതുവശത്തെ അർദ്ധഗോളത്തിൽ നിന്ന് റാഷണൽ തിങ്കിങ്, വലതുവശത്തെ അർദ്ധഗോളത്തിലേക്കുള്ള ഇൻറ്റ്യൂറ്റീവ് തിങ്കിങ്ങിലേക്കുള്ള യാത്ര, പിതൃത്വത്തിന് മഹത്വം നൽകുന്ന സമൂഹത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യ ചിന്തകൾ വന്ന് വ്യക്തികളെയും സമൂഹത്തെയും സ്വാധീനിച്ചു. അവരുടെ തത്വങ്ങൾ, അവയെപ്പറ്റി ശ്രദ്ധയോടെ കേൾക്കാം. എന്താണ് അവരുടെ തത്വങ്ങൾ? അവരുടെ തത്വങ്ങളും അവരുടെ പഠനങ്ങളും അവരുടെ സിദ്ധാന്തങ്ങളെ പറ്റി കൂടുതൽ മാർപ്പാപ്പ നമുക്ക് മനസ്സിലാക്കി തരുന്നു. മനുഷ്യ പ്രവൃത്തികളെല്ലാം ജ്ഞാനത്തിൻ്റെയോ അജ്ഞാനത്തിൻ്റെയോ ഫലമാണ്. അതുകൊണ്ട് ആരെയും ശിക്ഷിക്കാനാവില്ല, ആർക്കും ക്ഷമയുടെ ആവശ്യവുമില്ല. വളരെ വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ പ്രമാണരേഖയിലൂടെ എന്താണ് പറയുന്നത്? എല്ലാ മനുഷ്യ പ്രവർത്തികളും ജ്ഞാനത്തിൻ്റെയോ അജ്ഞാനത്തിൻ്റെയോ ഫലമാണത്രേ. അതുകൊണ്ട് ആരെയും ശിക്ഷിക്കാനാവില്ല. ഇതിനെപ്പറ്റി നമ്മൾ കുറെ കൂടെ വിശദമായിട്ട് പിന്നീട് ശ്രമിക്കാം. അടുത്തത് പറയുന്നു, ആർക്കും ക്ഷമയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആരും ആരോടും ക്ഷമ ചോദിക്കണ്ട, ക്ഷമ നൽകണ്ട, അതിൻ്റെ ആവശ്യമില്ല. അടുത്തത്, തിന്മയുടെ ശക്തികളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഭയവും നിഷേധാത്മകമായ വികാരങ്ങളും ജനിപ്പിക്കും. സാത്താൻ ഇവിടെ വേദമോതുകയാണ്. യഥാർത്ഥ സാത്താൻ തന്നെ പഠിപ്പിക്കുകയാണ്, തിന്മയുടെ ശക്തികളുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. നിഷേധാത്മകതയ്ക്കുള്ള മറുമരുന്ന് സ്നേഹമാണ്. സ്നേഹം എന്ന് പറയുന്നത് മനോഭാവമാണ്, പ്രവർത്തികളിലൂടെ തെളിയിക്കേണ്ടതല്ല.
സ്നേഹം ഊർജമാണ്. അതിന് ഉയർന്ന പ്രവൃത്തിയുള്ള പ്രകമ്പനങ്ങളുണ്ട്. എല്ലാ സന്തോഷത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും വിജയത്തിൻ്റെയും രഹസ്യം കണ്ടെത്തണമെങ്കിൽ മനുഷ്യരുടെ സത്തയുടെ നീണ്ടുപോകുന്ന ചെങ്ങലകളിൽ സ്വന്തം സ്ഥാനം തിരിച്ചറിയാനും അതിനോട് ചേർന്നു പോകാനും കഴിയണം. ന്യൂ ഏജ് ആചാര്യന്മാരും ചികിത്സകരും പറയുന്നത് അവർക്ക് മൂലപദാർത്ഥങ്ങളും മൂലതത്വങ്ങളുമെന്നല്ല പ്രപഞ്ചം തന്നെയുമായി ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവുണ്ടെന്നും അതുകൊണ്ട് സിദ്ധാന്തപരമായ വ്യത്യാസം പശ്ചാത്തലങ്ങൾക്കുണ്ടെങ്കിലും മനുഷ്യരുടെ ജീവിതം ക്രമീകരിച്ച് ചുറ്റുമുള്ള എല്ലാവരോടും എല്ലാറ്റിനോടും തന്നെ ഐക്യവും സ്വസ്ഥതയും സ്ഥാപിക്കണമെന്നുമാണ്. വീണ്ടും ശ്രദ്ധിക്കുക, നവയുഗ മതം പറയുന്നത് രോഗവും സഹനവും പ്രകൃതിക്കെതിരെ പ്രവർത്തിക്കുന്നത് വഴി സംഭവിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രകൃതി എന്ന് പറയുന്ന ഭൂമി ദേവിയാണ്. ആ ദേവിക്കെതിരെ പ്രവർത്തിക്കുന്നതുകൊണ്ടാത്രേ. എന്ന് പറഞ്ഞാൽ മരം വെട്ടുക, കാട് നശിപ്പിക്കുക, വന്യമൃഗങ്ങളെ ആക്രമിക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് ഭൂമി ദേവിക്കെതിരായുള്ള പ്രവർത്തനമാണ്. പ്രകൃതിയോട് ചേർന്ന് എല്ലാം ക്രമീകരിക്കപ്പെടുമ്പോൾ ഒരാൾക്ക് തികച്ചും തൃപ്തികരമായ ആരോഗ്യമുണ്ടാകുന്നു, ഭൗതികമായ ഐശ്വര്യമുണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ ഭൂമി ദേവി അനുഗ്രഹിക്കുമത്രേ. ചില ന്യൂ ഏജ് സൗഖ്യദായകർ പറയുന്നത് മരണം സംഭവിക്കേണ്ട ഒരാവശ്യമില്ല എന്നാണ്. നമ്മുടെ മാനസികമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നത് വഴി നാം നമ്മുടെ ഉള്ളിലെ ദൈവീകതയുമായി ബന്ധപ്പെടുന്നു. ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉപേക്ഷിക്കപ്പെട്ടും അടിച്ചമർത്തപ്പെട്ടും ഇരിക്കുകയാണ്. ഇത് പരിവർത്തന വിധേയമായ പ്രജ്ഞയിൽ വെളിവാക്കപ്പെടുന്നു. അത് സംഭവിക്കുന്നതാകട്ടെ മരുന്നുകൾ വഴിയോ മറ്റു മാനസിക വികസന തന്ത്രങ്ങൾ വഴിയോ പ്രത്യേകിച്ച് അതീന്ദ്രിയമായ മനഃശാസ്ത്രം വഴിയോ ആവാം. ഇവിടെ മരുന്നുകൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവർ എന്താണെന്നറിയാമോ? മയക്ക് മരുന്നുകളാണ്. ഇങ്ങനെയുള്ള കൂട്ടർ ഇവരുടെ അംഗങ്ങളെ പിടിച്ചു നിർത്തുന്നതിനും അവർക്ക് മാനസികമായും ശാരീരികമായും ആത്മീയമായും ഉള്ള സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവയൊക്കെ നൈമിഷികമായ സന്തോഷങ്ങളാണ്, നീണ്ടു നിൽക്കുന്നതല്ല. നമുക്കറിയാം, ഈ മയക്കുമരുന്നവർ ഉപയോഗിക്കുന്നവർ എത്ര പെട്ടെന്നാണ് അതിൽ അകപ്പെട്ടു പോകുന്നത്. ഈ അടുത്ത കാലത്ത് തിന്മയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അവിടെ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഇനി മുതൽ കഞ്ചാവ് എന്ന് പറയുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു തെറ്റല്ല അത്രേ. നോക്കുക എത്ര ഭയാനകമാണ് അവസ്ഥ. അതിൽ നിന്നാണ് തുടക്കം. കുട്ടികളാകട്ടെ യുവതി യുവാക്കളാകട്ടെ അത് ഉപയോഗിച്ച് തുടങ്ങിയാൽ തീർച്ചയായും അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് കൂടുതൽ ശക്തിയുള്ള മയക്കുമരുന്നുകളിലേക്ക് പ്രവേശിക്കും. പിന്നെ ഒരു ശക്തിക്കും ദൈവത്തിന് മാത്രമല്ലാതെ ആർക്കും അതിൽ നിന്ന് വിടുതൽ നൽകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. ആരാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ പ്രേരണ കൊടുക്കുന്നത്? മറ്റാരുമല്ല, സാത്താൻ. മാത്രമല്ല ചില അവിടെയുള്ള ചില നിയമങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. കൊച്ചു കുട്ടികൾക്ക് വരെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ തോക്ക് കൈവശം വയ്ക്കാൻ അവർക്ക് അധികാരമുണ്ടത്രേ. അതവരുടെ അവകാശമാണത്രേ. നാം കേൾക്കുന്നു തുടരെ സ്കൂൾ ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലും എത്രയോ സംഭവങ്ങൾ നടന്നു. വെടിവെപ്പ് വഴി എത്ര പേര് മരിച്ചു. എന്നിട്ടും ഗവൺമെൻറ് യാതൊരു അനുകൂലത്താണ്. ആരാണ് ഭരിക്കുന്നത്? സാത്താൻ്റെ ശക്തി. അത് നിർത്താൻ അവൻ അനുവദിക്കുമോ? ഇല്ല. ഷമാൻ അഥവാ പ്രേതാർച്ചക പൂജാരി മിക്കവാറും പരിവർത്തന വിധേയമായ പ്രജ്ഞയുടെ പ്രത്യേക ഉപജ്ഞാതാക്കളായി അറിയപ്പെടുന്നു. അവർക്ക് ഒരു വശത്ത് അത്ഭുതങ്ങളുടെ അതീന്ദ്രിയമായ ലോകത്തിലും ദേവന്മാർക്കിടയിലും മറുവശത്ത് മനുഷ്യർക്കിടയിലും വ്യാപരിക്കാനും സംവാദിക്കാനും കഴിയുന്നു. നാം കാണുന്നില്ലേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലും ഈ ഭാരതത്തിലും
ഏറെയേറെ അത്ഭുത ശക്തികളുള്ള ആൾ ദൈവങ്ങളെ നാം കാണുന്നില്ലേ? ആരാണിവർ? ഇവരാണ് സാത്താൻ നിയമിച്ചിരിക്കുന്ന ഈ ഒരു നവയുഗ മതത്തിൻ്റെ പ്രചാരകർ. ചിലവരെ നാം കാണുന്നില്ലേ? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ കാണുന്നതിന് വേണ്ടി വിദേശത്ത് നിന്ന് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വിശുദ്ധരെ സൃഷ്ടിച്ച ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അവരുടേതായ തലമുറകൾക്ക്, വിശ്വാസം നഷ്ടപ്പെട്ട തലമുറകൾ, പേര് ക്രിസ്ത്യാനിയുടെയാണ്, ചിലവർ നാമമാത്ര വിശ്വാസികളാണ്, വിശ്വാസത്തിൽ ജീവിക്കുന്നില്ല. അങ്ങനെയുള്ളവർ എത്ര പേരാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ആൾ ദൈവങ്ങളെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഏറെയേറെ പൈസ മുടക്കി അവരുടെ ദർശനത്തിന് വേണ്ടി കാത്തു കഴിയുന്നത്? ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും. അങ്ങനെ അവർ ആഗ്രഹിച്ച ആ സുദിനം വരുമ്പോൾ ഇങ്ങനെയുള്ള ആൾദൈവങ്ങളെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വികാരം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ കണ്ണുകൾ നിറയുന്നു, അവർ കണ്ണുനീരൊഴുക്കുന്നു. ഓ, അവരുടെ ദേവൻ, അവരുടെ ദേവത. മാത്രമല്ല, ഇങ്ങനെയുള്ള ആൾ ദൈവങ്ങളെ ഒന്ന് തൊടാൻ, ഒന്ന് ചുംബിക്കാൻ, ഒന്ന് ആലിംഗനം ചെയ്യുവാൻ എന്ത് തിരക്കാണ്. അവരുടെ കാൽ കഴുകിയ വെള്ളം ഒരല്പം കുടിക്കാൻ എന്തൊരു തിരക്കാണ്. മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇവരുടെ വാക്കുകൾക്ക്, ഈ ആൾ ദൈവങ്ങളുടെ വാക്കുകൾക്ക് എന്തൊരു വശീകരണ ശക്തിയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരാണ് ഇതിൻ്റെ പിന്നിൽ? ശ്രദ്ധിക്കുക, സാത്താൻ. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറയാണ്, ഹോളിസ്റ്റിക് ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്നതിന് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. പുരാതന സാംസ്കാരിക പാരമ്പര്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതിനാൽ അത് ആത്മീയതയിലോ നിഗൂഢ തത്വശാസ്ത്രങ്ങളിലോ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. മറ്റു ചിലത് 1960-70 കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്ന യസാലൻ സിദ്ധാന്തങ്ങളിൽ അധിഷ്ഠിതമായ മനഃശാസ്ത്രങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. നവയുഗ പരസ്യങ്ങൾ, അക്യുപങ്ക്ചർ, ബയോഫീഡ്ബാക്ക്, ഷിറോപ്രാക്ടിക്, കിൻസിയോളജി, ഹോമിയോപ്പതി, ഇറിഡോളജി, മസാജ്, പലതരത്തിലുള്ള ശാരീരിക അഭ്യാസങ്ങൾ, ഓർഗോണമി, ഫെൽഡൻക്രേസ്, റിഫ്ലക്സോളജി, റോൾഫിംഗ്, പോളാരിറ്റി മസാജ്, തെറാപ്യൂട്ടിക് ടച്ച് തുടങ്ങിയവ, ധ്യാനം, സങ്കല്പങ്ങൾ, പോഷകാഹാര ചികിത്സ, മാനസിക സൗഖ്യം, പലവിധ ഔഷധ സസ്യങ്ങൾ കൊണ്ടുള്ള ചികിത്സകൾ, ക്രിസ്റ്റൽ ചികിത്സ, പലവിധ ലോക ചികിത്സ, കാന്ത ചികിത്സ, സംഗീത ചികിത്സ, വർണ്ണ ചികിത്സ, പുനർജന്മം, കൂടാതെ 12 പടിയുള്ള പ്രോഗ്രാമുകൾ. ഇവയെപ്പറ്റിയൊക്കെ വർണ്ണിക്കാനാണെങ്കിൽ ഏറെ സമയമെടുക്കും പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. സ്വയം സഹായക സംഘങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സൗഖ്യം ലഭിക്കാൻ ആവശ്യമായതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലെ ഊർജവും പ്രപഞ്ചത്തിന്റെ ഊർജവും കൂടിച്ചേരുമ്പോൾ എല്ലാം സൗഖ്യപ്പെടും. ലോക ചികിത്സ, പ്രത്യേകമായ ലോഹങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഉണ്ടാക്കിയ ബെഡുകൾ. ആ ബെഡിൽ കിടക്കുമ്പോൾ ശരീരത്തിൻ്റെ വേദനകളൊക്കെ നീങ്ങിപ്പോകുന്നു. പെട്ടെന്ന് അനുഭവപ്പെടും രോഗമൊക്കെ നീങ്ങിപ്പോയതായിട്ട്. പക്ഷേ ആ രോഗം മാറ്റുന്ന നിഗൂഢ വിദ്യ എന്താണ്? അത് സാത്താൻ്റെ വിദ്യയാണ്. പ്രാണിക് ചികിത്സ, പ്രത്യേകമായ രീതിയിൽ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൊണ്ട് ഒഴിഞ്ഞു മാറ്റുന്നു. പുറമേ ടച്ച് ചെയ്യുന്നില്ല ശരീരത്ത്. എന്ത് ചികിത്സയാണത്? മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല, നിഗൂഢമായിട്ടുള്ള വിദ്യയാണ്. ഇതുപോലെ ഉള്ള വിദ്യകളാണ് ഈ കേട്ടതെല്ലാം നിഗൂഢ വിദ്യകൾ.
ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലാത്തൊരു സാധാരണ വ്യക്തി, വിശ്വാസം നഷ്ടപ്പെട്ടവർ പ്രത്യേകിച്ച്, ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യും, ഇപ്പം സുഖമായി. കാന്തിക ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയുള്ള ചില വളകൾ, ചില വാച്ചുകൾ, ചില മോതിരങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നിലെ ശക്തി വേറൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ ശക്തിയാണ്. കുറച്ച് നാളുകൾ അത് ഉപയോഗിച്ച ശേഷം അതിന് ആ വ്യക്തി അടിമപ്പെട്ടു പോകുന്നു. പിന്നെ എല്ലാ തരത്തിലുള്ള മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള സുഖത്തിന് പകരം അങ്ങേറ്റ നിരാശയും വേദനയുമായിരിക്കും. കാരണം പൂർണ്ണമായി സൗഖ്യം തരാൻ നമ്മുടെ കർത്താവിന് മാത്രമേ സാധിക്കൂ. അവിടുന്നാണ് നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുത്തത്. അതെ, അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു. അവിടുത്തെ മുറിവുകൾ വഴിയായി നമുക്ക് സൗഖ്യം ലഭിച്ചു. അവിടുത്തെ സഹനങ്ങൾ വഴിയായി നമുക്ക് സൗഖ്യം ലഭിച്ചു. കർത്താവിനെ കൂടാതെ ഒരു ശക്തിക്കും പൂർണ്ണമായ സൗഖ്യം മനുഷ്യൻ നൽകാനാവില്ല. താൽക്കാലികമായിട്ടുള്ള സൗഖ്യങ്ങൾ നൽകിക്കൊണ്ട് അതിലൂടെ ആ മനുഷ്യനെ ചെങ്ങല കൊണ്ട് ബന്ധിക്കുകയാണ് പിശാചി എന്നുള്ള കാര്യം നാം മറക്കാതിരിക്കുക. ആരോഗ്യം എന്നതിൽ ജീവിതത്തിന്റെ ദൈർഘ്യം കൂടുന്നതും ഉൾപ്പെടുന്നതും പോലെ നവയുഗ മതം പൗരസ്ത്യമായൊരു സൂത്രവാക്യം പാശ്ചാത്യ വേഷത്തിൽ നൽകുന്നു. പുനർജന്മം വാസ്തവത്തിൽ ഒരു ഹൈന്ദവ തത്വചിന്തയായിരുന്നു. ആത്മൻ അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ഉണ്മ, ജീവൻ എന്ന് പറയപ്പെടുന്നു. ശരീരത്തിൽ നിന്നും ശരീരത്തിലേക്ക് കർമ്മഫലത്തിലൂടെ സംസാര ചക്രങ്ങൾ മാറി മാറി ജന്മത്തിൽ നിന്ന് ജന്മത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ ജന്മാന്തരങ്ങൾ കൊണ്ട് അവസാനം പുനർജന്മമേ ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് മോഹിക്കുന്നു. ബുദ്ധമത വിശ്വാസം അനുസരിച്ച് ശരീരത്തിൽ നിന്നും ശരീരത്തിലേക്ക് കൂടുമാറിക്കൊണ്ടിരിക്കുന്ന ആത്മാവല്ല, മറിച്ച് പ്രജ്ഞയുടെ നൈരന്തര്യമാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ജീവിതമാകട്ടെ പ്രപഞ്ചവുമായി കൂടിച്ചേർന്ന് ദേവന്മാരുമായി ഒന്നു ചേർന്ന് ഒരിക്കലും അവസാനിക്കാത്തതായി തീരാൻ അനേകം സാധ്യതയുള്ള ഒന്നാണ്. പാശ്ചാത്യ ലോകത്തെ ലെസ്സിങ്ങിന്റെ കാലം മുതൽ പുനർജന്മം വളരെ പ്രതീക്ഷാപൂർവം ഒരു പഠന പദ്ധതിയായോ വ്യക്തികളുടെ പൂർണ്ണത പ്രാപിക്കാനുള്ള ശ്രമമായോ അറിയപ്പെട്ടിരുന്നു. സ്പിരിച്വലിസം, തിയോസഫി, ആൻഡ്രോപോസഫി എല്ലാം ന്യൂ ഏജ് അല്ലെങ്കിൽ നവയുഗ മത പുനർജന്മത്തിന്റെ പ്രപഞ്ച പരിണാമത്തിലുള്ള ഒരു പങ്കുചേരലായി കാണുന്നു. ക്രിസ്തീയതയ്ക്ക് ശേഷം രൂപീകരിക്കപ്പെട്ട ഈ യുഗാന്ത കൽപ്പന ഉത്തരമില്ലാത്ത ദൈവിക സിദ്ധാന്തങ്ങൾക്ക് ഉത്തരമാവുകയും, ശ്രദ്ധിക്കുക അടുത്ത വാക്യം, നരകം എന്ന സങ്കല്പം തീർത്തും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടുമ്പോൾ അതുവരെയുള്ള ജീവിതം ഓരോ വ്യക്തിക്കും കാണാൻ കഴിയുമെന്നും പുതിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വരാൻ പോകുന്ന ജീവിതം മുൻകൂട്ടി അറിയാനാകുമെന്നും പറയുന്നു. കഴിഞ്ഞ ജന്മത്തിലേക്കുള്ള സ്വപ്നങ്ങളും ധ്യാനവും വഴി എത്തിച്ചേരാനാകുമെന്നും വിശ്വസിക്കുന്നു. ഈ കപട മതം എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? പറഞ്ഞു വെക്കുന്നത് ഇതാണ്: ശിക്ഷയില്ല, നരകമില്ല. നരകം ശൂന്യമാണത്രേ, നരകമില്ലാത്രേ. ഈ സാത്താന്റെ നവയുഗ മതം ഏറ്റവും കൂടുതലായി പ്രവർത്തിക്കുന്നത് ക്രിസ്തീയതയ്ക്കെതിരെയാണെന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. നിത്യസത്യങ്ങൾക്കെതിരെയാണെന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. അങ്ങനെ ഭൂമിയിലെ ഒരു മഹാഭൂരിപക്ഷം ജനങ്ങളെ അവൻ്റെ പിടിയിൽ ഒതുക്കുകയും അവൻ്റെ പിടിയിൽ ഒതുങ്ങാതെ കഴിയുന്ന യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസികളെ അവൻ്റെ തത്വത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിന് വേണ്ടി അവരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം പുലർത്താൻ സാധിക്കുന്ന അവരുടെ മതത്തിലെ, കത്തോലിക്ക മതത്തിലെ ആത്മീയ ആചാര്യന്മാരെ പിടികൂടി
അവരിലൂടെയും പരസ്യമായി പ്രഘോഷിക്കുക, നരകം ഇല്ല, നരകം ശൂന്യമാണെന്ന്. അത് കേൾക്കുമ്പോൾ ജനങ്ങൾ ഏറെ വിശ്വസിക്കും. അനേകരെ കൺഫ്യൂഷനിലേക്ക് വരും. എന്താണ് നരകമില്ല, നരകം ശൂന്യമാണ് എന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട് സാത്താൻ ലഭിക്കുന്ന ലാഭം? ആദ്യമായിട്ട് അവൻ ദൈവത്തെ കള്ളനാക്കുന്നു. ദൈവം ഏകലോകരക്ഷകനായ യേശുക്രിസ്തു നമ്മെ വ്യക്തമായിട്ട് നരകത്തെപ്പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. സത്യം എന്താണെന്ന് അറിഞ്ഞ ശേഷവും ആ സത്യത്തിൽ നിലനിൽക്കാതെ മനഃപൂർവം ദൈവത്തിനെതിരെ പാപം ചെയ്ത് മാരക പാപത്തിൽ അനുതാപം കൂടാതെ മരിക്കുന്ന ആത്മാവ് നിത്യമായ നരകത്തിൽ പെട്ടുപോകും. മനസ്സിലാക്കുക, അവനെ രക്ഷിച്ചെടുക്കുവാൻ അവസാന നിമിഷം വരെ ദൈവം കാത്തിരിക്കും. ഒന്നനുദപിക്കുക മാത്രമേ വേണ്ടൂ. എത്ര വലിയ പാപിയായിക്കോട്ടെ, ദൈവമേ തെറ്റുപറ്റിപ്പോയി എന്ന് ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞാൽ മതി. ദൈവം അതിനായി കാതോർത്തിരിക്കും. കാരണം ഒരു ആത്മാവ് നഷ്ടപ്പെടുക അവിടുത്തെ സംബന്ധിച്ചോളം അതിഭയാനകമായ വേദനയാണ്. ചിന്തിക്കാൻ പോലും പറ്റാത്ത. എന്നാൽ ആ ആത്മാവ് മനഃപൂർവം തിരഞ്ഞെടുത്ത ആ വഴിയിലൂടെ മുന്നേറി ദൈവത്തെ വെറുത്തുകൊണ്ട് അവിടുത്തെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് മനഃപൂർവം മാരക പാപത്തിൽ അനുതാപം കൂടാതെ മരിക്കുന്ന പക്ഷം ആ ആത്മാവ് നിത്യമായ നരകത്തിൽ ചെന്നു ചേരുന്നു. നരകത്തെപ്പറ്റി എത്ര പ്രാവശ്യം കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്? ചില വചനങ്ങൾ മാത്രം നമുക്ക് നോക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്, വയൽ ലോകവും. നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരും കളകൾ ദുഷ്ടന്റെ പുത്രന്മാരുമാണ്. അവ വിതച്ച ശത്രു പിശാചാണ്. കൊയ്ത്ത് യുഗാന്ത്യമാണ്. കൊയ്ത്തുകാർ ദൈവദൂതന്മാരും. കളകളെ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്ത്യത്തിലും സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. എത്ര വ്യക്തമായിട്ടാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യം. വീണ്ടും അതേ അധ്യായം 47 മുതലുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവപുത്രന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. വീണ്ടും 22-ാം അധ്യായത്തിലെ വിവാഹ വിരുന്നിന്റെ ഉപമ 11 മുതലുള്ള വാക്യങ്ങൾ. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാതെ ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. വിവാഹവസ്ത്രം ഫ്രീ ആയിട്ട് നൽകപ്പെടുന്നതായിരുന്നു. അവനത് വാങ്ങി ധരിച്ചാൽ മാത്രം മതിയായിരുന്നു മറ്റുള്ളവരെ പോലെ. പക്ഷേ അവനത് ചെയ്തില്ല മനഃപൂർവ്വം. എന്ന് പറഞ്ഞാൽ എത്ര വലിയ പാപിയായിക്കോട്ടെ,
ഒരൊറ്റ വാക്ക് ദൈവമേ തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം അവനിൽ ചൊരിയപ്പെടുമായിരുന്നു. അവനത് ചെയ്തില്ല, അഹങ്കാരം മൂലം. വീണ്ടും വിശുദ്ധ 25 അധ്യായം താലന്തുകളുടെ ഉപമയുടെ അവസാനം 29 വാക്യങ്ങൾ. ഉള്ളവന് നൽകപ്പെടും, സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അവസാനമായി അവസാന വിധി അതേ അധ്യായത്തിൽ 41 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. 46 വാക്യം. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇതൊക്കെ ധാരാളം അധിക വചനങ്ങൾ, ധാരാളം വചനങ്ങളുടെ വചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായ നരകത്തെ പറ്റി. നരകമില്ല എന്ന് വാദിക്കുന്നവർ ആദ്യം ചെയ്യുന്ന എന്താണെന്നറിയാവോ? ദൈവത്തെ നുണയനാക്കുകയാണ്. മാത്രമല്ല, ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിൽ അവിടുന്ന് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ശരിയല്ല എന്ന് പറയുന്നു, പഠിപ്പിക്കുന്നു. എത്ര ഗൗരവമായ തെറ്റാണെന്ന് ഓർക്കുക, എത്ര ഗൗരവമായ തെറ്റാണെന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ. ഇതിലൊന്നും വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കും. ഇനി നരകമില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്താണ്? നരകം പാപികൾക്ക് വേണ്ടിയാണെങ്കിൽ, അധർമ്മികൾക്ക് വേണ്ടിയാണെങ്കിൽ പാപം എന്നൊന്നില്ല എന്ന് പറയാൻ. പാപമില്ല എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. നാം ഇതിനു മുമ്പേ കേട്ടല്ലോ, മനുഷ്യ പ്രവർത്തികളെല്ലാം ജ്ഞാനത്തിൻ്റെയോ അജ്ഞാനത്തിൻ്റെയോ ഫലമാണ്, അതുകൊണ്ട് ആരെയും ശിക്ഷിക്കാനാവില്ല അത്രേ. പാപമില്ല, ശിക്ഷയില്ല. പാപമില്ല എങ്കിൽ ശിക്ഷയില്ല. അപ്പോൾ നരകമില്ല എങ്കിൽ, നരകം ശിക്ഷയാണല്ലോ, പാപമില്ല എന്ന് കൂട്ടുകാർ സമർത്ഥിക്കുന്നു. പാപമെന്ന് പറയുന്നില്ല, അതിനൊന്നും വലിയ വില കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾ അത് പാപമല്ലത്രേ. അതുകൊണ്ടല്ലേ ചില രാജ്യങ്ങളിലൊക്കെ പ്രത്യക്ഷത്തിൽ ഏത് വ്യക്തിക്കും തോന്നാവുന്ന ഗൗരവമേറിയ പാപങ്ങൾ, ഗർഭഛിദ്രം, സ്വവർഗഭോഗം, ദയാവധം, ആർക്കും ആയുധങ്ങൾ ഉപയോഗിക്കാവുന്ന നിയമം, ആർക്കും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന നിയമം, ഇങ്ങനെ എത്രയെത്ര പ്രത്യക്ഷത്തിൽ തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിയമമാക്കി മനുഷ്യന് നൽകപ്പെടുമ്പോൾ നമുക്കറിയാമെന്നല്ലേ അതാരാണ് അവിടെ ഭരിക്കുന്നത്? എത്രമാത്രം ജനങ്ങളിൽ സ്വാധീനിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതൊക്കെ നവയുഗ മതത്തിൻ്റെ ഭാഗമാണ്. ഇനി അടുത്ത സ്റ്റെപ്പ്, എന്തുകൊണ്ടാണ് നരകമില്ല എന്ന് പറയുന്നത്? അവർ പറയുന്നു പാപമില്ല എന്ന്. ഇനി പാപമില്ലെങ്കിൽ അനുതപിക്കേണ്ട കാര്യമുണ്ടോ? അടുത്ത സ്റ്റെപ്പ്, പാപമില്ലെങ്കിൽ അനുതാപത്തിന്റെ ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? അനുതപിക്കാതെ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനാവില്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ലൂക്കാശ്രീയുടെ സുവിശേഷത്തിന് കർത്താവ് പറയുന്നുണ്ട് 13 അധ്യായത്തിൽ പശ്ചാത്താപത്തെ പറ്റി. 1 മുതലുള്ള വാക്യങ്ങൾ. ഗലീലയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പിലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലയക്കാരേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും.
ഇതെല്ലാം മനുഷ്യരോടും കൂടിയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ശിഷ്യന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത്. അതുകൊണ്ടല്ലേ വിശുദ്ധാത്മാക്കൾ പറഞ്ഞിരുന്നത്, ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാപി എന്ന് പറയാത്ത ഏത് വിശുദ്ധനാണ് ഉണ്ടായിരുന്നത്? ആരുമില്ല. ദൈവത്തെപ്പറ്റി കൂടുതൽ നാം മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ചിന്ത വരെ ദൈവത്തിനുള്ള വലിയ ഒരു ചെറിയ ചിന്ത വരെ വലിയ പാപമായിട്ട് നമുക്ക് അനുഭവപ്പെടണം. ചിന്തിക്കണം, എനിക്ക് ദൈവം നൽകിയ ഈ അനുഗ്രഹം, ഈ കൃപ മറ്റാർക്കെങ്കിലും ലഭിച്ചിരുന്നുവെങ്കിൽ, ഒരു അക്രൈസ്തവനോ ഒരു പാപിക്കോ ദൈവത്തെ അറിഞ്ഞുകൂടാത്ത വ്യക്തിക്കോ ലഭിച്ചിരുന്നുവെങ്കിൽ ആ വ്യക്തി ഇതിനോടകം 10 പ്രാവശ്യം കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചതിനെ, അല്ലെങ്കിൽ വിശുദ്ധനായി തീർന്നതിനെ, വിശുദ്ധയായി തീർന്നതിനെ. ഇപ്രകാരം നാം ചിന്തിക്കണം. കാരണം അത്രമാത്രം അനുഗ്രഹം പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്, ദൈവം നമ്മൾ വാങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നരകമില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ പിശാചിന്റെ രഹസ്യമായ പദ്ധതി, നരകമില്ലെങ്കിൽ പാപമില്ല, പാപമില്ലെങ്കിൽ ശിക്ഷയില്ല, പാപമില്ലെങ്കിൽ അനുദപിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ അടുത്ത സ്റ്റെപ്പ്, നാം മനസ്സിലാക്കിയിരിക്കുന്ന സത്യം എന്താണ്? പാപത്തിലേക്ക് നയിക്കുന്ന ശക്തി ആരാണ്? തിന്മയുടെ ശക്തി. അപ്പോൾ ഇവർ പഠിപ്പിക്കുന്നു, പാപമില്ലെങ്കിൽ പിന്നെ തിന്മയുടെ ശക്തി ഇല്ല. തിന്മയുടെ ശക്തി ഉണ്ടെന്ന് കരുതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഭയപ്പെടുത്തുന്ന കാര്യമാണ് മനുഷ്യനെ. അത് പാടില്ല. അതിനെതിരെ നിയമം കൊണ്ടുവരണം. അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ആരും നരകത്തെ പറ്റിയോ പിശാചിനെ പറ്റിയോ പറയാൻ പാടില്ല, സാത്താനെ പറ്റി പറയാൻ പാടില്ല, പിശാചിനെ പറ്റി പറയാൻ പാടില്ല, നിത്യ നരകത്തെ പറ്റി പറയാൻ പാടില്ല, നിത്യശിക്ഷയെ പറ്റി പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്താൽ അന്നേരവേ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. എന്തുകൊണ്ട്? നീ ജനങ്ങളെ ഭയപ്പെടുത്തി, പേടിപ്പിച്ചു. മനസ്സിലായോ? ആരാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്? ഇവരിലൊക്കെ എന്തുമാത്രമേ നവയുഗമതം എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. കൂടുതൽ ഇതിനെപ്പറ്റി ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. കൂടുതൽ മനസ്സിലാക്കുക. ദൈവത്തിന് നന്ദി പറയുക. അവിടുന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിനെയോ ദൈവത്തിന് നന്ദി പറയുക. മറ്റുള്ളവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരെ നേരായ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക. ആശീർവാദത്തിനായി തലകുനിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടെ നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രത്യേകം ആദ്യശക്തിയോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹാസവും നിങ്ങളെല്ലാവരോടും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥന കൂടുതലായി എനിക്ക് ആവശ്യമുണ്ടെന്ന് വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നല്ല ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.